പരിശുദ്ധാത്മാവേ നീ എഴുന്നള്ളി വരണമേ എൻ്റെ ഹൃദയത്തിൽ ദിവ്യദാനങ്ങൾ ചിന്തിയെന്നുള്ളിൽ ദൈവസ്നേഹം നിറയ്ക്കണേ. ത്രിയേക ദൈവത്തിന് മഹത്വമുണ്ടാകട്ടെ. ജീവവചനത്തിലേക്ക് നിങ്ങൾക്ക് ഹൃദ്യമായ സ്വാഗതം. തിരുവചനം അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം 1-ാം അധ്യായം 8-ാം തിരുവചനത്തിലൂടെ ഇങ്ങനെ പഠിപ്പിക്കുന്നു: എന്നാൽ പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമ്പോൾ നിങ്ങൾ ശക്തി പ്രാപിക്കും. യെരൂശലേമിലും യഹൂദിയ മുഴുവനിലും ശമര്യരുടെ ദേശത്തും ഭൂമിയുടെ അതിർത്തികൾ വരെയും നിങ്ങൾ എനിക്ക് സാക്ഷികളാകും എന്ന് പറഞ്ഞു. നമ്മുടെ കർത്താവ് ശിഷ്യന്മാരോട് പറഞ്ഞതായിട്ട് അപ്പോസ്തല പ്രവർത്തികളുടെ പുസ്തകം രേഖപ്പെടുത്തി വെച്ചിരിക്കുന്നതാണ് നാം വായിച്ച് കേട്ടത്. പരിശുദ്ധാത്മാവിൻ്റെ വരവും അതോടൊപ്പം ശക്തി പ്രാപിക്കുന്ന ആത്മാക്കളും സാക്ഷികളായി ദേശമെങ്ങും കടന്നു പോകുവാനുള്ളതായ വലിയ ആഹ്വാനവും സുവിശേഷം ദേശമൊക്കെയും അറിയിക്കുവാൻ തക്കവണ്ണമുള്ളതായ ഒരു വിളിയുമാണ് ഇതിലൂടെ നമ്മോട് സംസാരിക്കുന്നത്. ദൈവമായ കർത്താവ് തൻ്റെ ശുശ്രൂഷ വേളയിലൊക്കെ നമ്മെ ഓർമ്മിപ്പിച്ച ഒരു പ്രധാന കാര്യമുണ്ട്. ഞാൻ പോകുന്നത് നിങ്ങൾക്ക് നല്ലതാണ്, എന്തെന്നാൽ ഞാൻ പോയില്ല എങ്കിൽ ആശ്വാസപ്രദൻ നിങ്ങളുടെ അടുക്കിലേക്ക് വരികയില്ല. ഞാൻ പോയാലോ നിങ്ങൾക്കായി അവനെ ഞാൻ അയച്ചു തരും. അവൻ വരുമ്പോൾ പാപത്തെക്കുറിച്ചും നീതിയെക്കുറിച്ചും ന്യായവിധിയെക്കുറിച്ചും ലോകത്തെ ബോധ്യപ്പെടുത്തും. ശുദ്ധമുള്ള യോഹന്നാൻ ശ്ലീഹ എഴുതിയ രക്ഷാകര സുവിശേഷം 16-7-8 വാക്യങ്ങൾ നമ്മോട് ഇപ്രകാരം പഠിപ്പിക്കുമ്പോൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നത് ഇത്രമാത്രം: പരിശുദ്ധാത്മാവ് നമ്മിലേക്ക് വരുമ്പോഴാണ് നമുക്ക് ഈ ലോകത്തിൽ പല സത്യങ്ങളും വേർതിരിച്ച് കാണുവാനായിട്ട് നമുക്ക് സാധിക്കുക, ശക്തി പ്രാപിക്കുവാനായിട്ട് സാധിക്കുക, നീതിയെക്കുറിച്ചുള്ള ബോധ്യമുണ്ടാകുവാനുള്ളതായ കൃപ നമുക്ക് ലഭിക്കുക എന്നുള്ളതായ ഒരു വലിയ കാര്യമാണ്. യേശുവിനോടുകൂടെ സഞ്ചരിക്കുമ്പോഴും ശിഷ്യന്മാർ അറിവ് നേടിക്കൊണ്ടാണ് ഇരുന്നത് എന്ന് നമുക്കറിയാം. പലതിലും അവർ ദൈവജ്ഞാനം നേടിയവരായിരുന്നു. പക്ഷേ ആത്മാവിൻ്റെ അഭിഷേകം വരുന്നതുവരെ അവരിൽ ഭയമെന്ന വികാരമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് യേശു തമ്പുരാൻ്റെ ക്രൂശു മരണത്തിന് ശേഷം ശിഷ്യന്മാരെല്ലാവരും വാതിലടച്ച് ഭയത്തോടെ വീടിനുള്ളിൽ ആയിരിക്കുന്നതിനെ കുറിച്ച് നാം വായിച്ച് മനസ്സിലാക്കുക. വാതിൽ കാവൽക്കാരിയായ യുവതി ശിമോൻ പത്രോസിനോട് ചോദിക്കുന്നുണ്ട്, നീയും ഈ മനുഷ്യൻ്റെ ശിഷ്യനാണോ എന്ന്. അപ്പോൾ പത്രോസ് ഭയം കൊണ്ട് പറയുകയാണ്, അല്ല എന്ന്. എന്നാൽ പരിശുദ്ധാത്മാവ് അവൻ്റെ മേൽ ആവസിച്ചതിന് ശേഷം എത്ര തീക്ഷ്ണതയോടുകൂടിയാണ് യേശുവിനെ, അതെ, യേശു രക്ഷകനാണെന്നും യേശു ദൈവപുത്രനാണെന്നും അവൻ സർവർക്കും രക്ഷ നൽകുവാൻ വന്നവനാണ് എന്നും അവൻ വിളിച്ചു പറഞ്ഞത്. അത് യെരൂശലേമിൽ മാത്രമല്ല, യഹൂദിയിൽ മാത്രമല്ല, ദേശത്തൊക്കെയും വിളിച്ചു പറയാനുള്ളതായ ആർജവത്വം കാണിക്കുകയാണ്. യെരൂശലേം സ്വന്തം വീട്, സ്വന്തം കുടുംബം, സ്വന്തം ഇടവക ആണ് നമ്മെ സംബന്ധിച്ച്. യഹൂദിയ നമ്മുടെ സമൂഹമാണ്. ശമര്യ എന്ന് പറയുന്നത് നമ്മൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവരും വ്യത്യസ്ത സമൂഹത്തിലും സാഹചര്യങ്ങളും വ്യത്യസ്ത ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും ജീവിക്കുന്നവരുമാണ്. യെരൂശലേമിലും യഹൂദ്യയിലും ശമര്യയിലും സുവിശേഷം അറിയിക്കുവാൻ തക്കവണ്ണം നമ്മളോട് ആഹ്വാനം ചെയ്യുമ്പോൾ അത് ആദ്യമേ സ്വന്തം വീടിലും സ്വന്തം ഭവനത്തിലും ഇടവകയിലും തുടർന്ന് നമ്മുടെ സമൂഹത്തിലും, ഒപ്പം നമ്മൾ ആരെയൊക്കെ ഒഴിവാക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നുണ്ടോ, ആരൊക്കെ നമ്മിൽ നിന്ന് വ്യത്യസ്തരായിട്ട് നിൽക്കുന്നുണ്ടോ, ആരെയൊക്കെ നമ്മൾ അകറ്റി നിർത്തിയിട്ടുണ്ടോ, അവരോടൊക്കെ നാം സുവിശേഷം അറിയിക്കുവാൻ കടപ്പെട്ടവരാണ്. കാരണം യഹൂദ്യരെ സംബന്ധിച്ചിടത്തോളം ശമര്യ വെറുക്കപ്പെട്ട ഒരു ദേശമായിരുന്നു. പരിശുദ്ധാത്മാവ് ഒരു മനുഷ്യൻ്റെ മേൽ കടന്നു വരുമ്പോൾ വലിയ മാറ്റങ്ങൾ ഉണ്ടാകുമെന്നുള്ള ബോധ്യം ഉണ്ടാകണം. നമുക്കൊക്കെയും പ്രാർത്ഥിക്കുവാൻ സാധിക്കണം. ഓരോ മനുഷ്യനും യേശുവിനെ തിരിച്ചറിഞ്ഞുകൊണ്ട് അവൻ്റെ സുവിശേഷവുമായി ഇറങ്ങിത്തിരിക്കുവാൻ തക്കവണ്ണം ഓരോരുത്തരുടെയും ഹൃദയത്തിൽ ക്രിസ്തു നിറഞ്ഞു നിൽക്കുന്ന, ആത്മാവ് നിറഞ്ഞു നിൽക്കുന്ന അനുഭവം ഉണ്ടാകുവാൻ നമുക്ക് പ്രാർത്ഥിക്കണം.
ഹോളിവുഡിലെ ഒരു പ്രശസ്ത നടിയായിരുന്ന ഡൊളോറസ് ഹാർട്ടിൻ്റെ വലിയ ട്രാൻസ്ഫോർമേഷനെ കുറിച്ച് വായിച്ച് മനസ്സിലാക്കുവാനിട വന്നിട്ടുണ്ട്. ഒരു കാലത്ത് അവൾ അഭിനയിച്ചതായ എല്ലാ ചിത്രങ്ങളും വലിയ വിജയവും നേടി വളരെ പ്രശസ്തിയുടെ കൊടുമുടിയിലേക്ക് അവൾ ഓടിക്കയറുകയാണ്. ധാരാളം ആരാധകർ, പെരുകുന്നതായ അവസരങ്ങൾ, അങ്ങനെ വലിയ ഒരു പ്രത്യാശയുടെ വലിയ സന്തോഷത്തിൻ്റെ അനുഭവത്തിൽ നിൽക്കുമ്പോഴാണ് അവളുടെ ഹൃദയത്തിൽ സ്വർഗത്തിലെ ദൈവത്തിൻ്റെ വലിയ വിളി കടന്നു വരുന്നത്. ഡൊളോറസ് ഹാർട്ട് എന്ന സുന്ദരിയായ ഹോളിവുഡ് നടി പിൽക്കാലത്ത് യേശുവിനെ രക്ഷകനായി ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ചുകൊണ്ട് അവൾ നിത്യവ്രതം എടുക്കുവാൻ തീരുമാനിക്കുകയാണ്. 25-ാമത്തെ വയസ്സിൽ തൻ്റെ ഈ ലോകത്തിൻ്റെ സൗന്ദര്യവും സൗഭാഗ്യങ്ങളും അല്ല, അപ്പുറത്തേക്ക് എൻ്റെ ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ഒരു സൗന്ദര്യമുണ്ട്, സൗഭാഗ്യമുണ്ട്, ഒരു രക്ഷയുണ്ട്. അത് നേടണമെന്നുള്ള ആഗ്രഹത്തോടെ അവൾ ലൗകിക ജീവിതത്തിൻ്റെ എല്ലാ കെട്ടുകളും അഴിച്ചു വെച്ചിട്ട് ബെനഡിക്റ്റൻ സഭയിലെ മിണ്ടാമടത്തിൽ അവൾ ഒരു കന്യാസ്ത്രീയായി തന്നെ മാറ്റുകയാണ്. പിന്നീട് മദർ ഡൊളോറസ് ഹാർട്ട് എന്ന പേരിൽ അറിയപ്പെടുകയും ഇയർ ഓഫ് ദ ഹാർട്ട് എന്ന പുസ്തകം രചിച്ച് ഈ ലോകത്തിന് തൻ്റെ ജീവിതത്തിൻ്റെ സാക്ഷ്യം അറിയിക്കുകയും ചെയ്തു. ഒരു മനുഷ്യനിൽ പരിശുദ്ധാത്മാവ് വരുമ്പോൾ എപ്രകാരമാണ് മാറ്റമുണ്ടാക്കുക എന്ന് ഈ പ്രിയപ്പെട്ട ഡൊളോറസ് ഹാർട്ട് എന്ന മദറിൻ്റെ ജീവിതത്തിലൂടെ നമ്മെ പഠിപ്പിക്കുകയാണ്. ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവരെ, നമുക്കെയും ജീവിക്കുന്ന സാഹചര്യം ഏതുമായിക്കൊള്ളട്ടെ, അവിടെയൊക്കെയും പരിശുദ്ധാത്മാവിൻ്റെ ഒരു ഇൻ്റർവെൻഷൻ ഉണ്ടാകുവാൻ ഏറെ സാധ്യതകളുണ്ട്. അതിനുള്ള അവസരങ്ങൾ നമുക്ക് ലഭിക്കുമ്പോൾ അത് പ്രയോജനപ്പെടുത്തുവാൻ നമുക്ക് സാധിക്കട്ടെ. അതിനുള്ള ദൈവിക കൃപ ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിനാൽ നമുക്ക് തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവം അനുഗ്രഹിക്കട്ടെ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ദാഹിച്ചു നിന്നെ ഞാൻ തേടുന്നു, സ്വർഗം തുറന്നിറങ്ങി നീ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ. ആത്മാവാം ദൈവമേ വരണേ, എൻ്റെ ഉള്ളിൽ വസിക്കാൻ വരണേ.